നമ്മുടെ സാധാ പയറിൻ്റെ ചെറുത്, പക്ഷെ പറിക്കാത്തതുകൊണ്ട് ഇച്ചിരി മൂത്ത് പോയി. ഇതുണ്ട്, ഇതിലൊക്കെ ഒരുപാടുണ്ട്. നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് ഫൈൻ സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. നമ്മുടെ സ്കൂളിന്റെ പണി അവിടെ നടക്കണ്ടല്ലോ. അപ്പൊ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ സ്കൂളിന്റെ അങ്ങോട്ടൊക്കെ പോണത്. അപ്പൊ അവിടെ നമ്മുടെ ആൾക്കാരെ എന്താ പറയാ, അവിടുത്തെ ആൾക്കാർ കുറച്ച് ബാക്കിലേക്കാണ്. എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാനും അവർക്ക് മനസ്സിലാക്കാനൊക്കെ കുറച്ച് ബാക്കിലേക്കുള്ള ആൾക്കാരാണ്. അതായത് വില്ലേജ്, ഉള്ളിലേക്കുള്ള വില്ലേജാണ്. നമ്മുടെ റോട്ടിൽ നിന്ന്, മെയിൻ റോട്ടിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള ആൾക്കാരാണ്. 7-8-9 ഞങ്ങൾ നിൽക്കുന്നിടത്തേക്ക് 7 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു 10 കിലോമീറ്റർ, ടോട്ടൽ 10 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള ആൾക്കാരാണ്. അപ്പം അധികം സിറ്റി ആയിട്ടും ആൾക്കാരായിട്ടും അങ്ങനെ ഇടപെടാത്ത ആൾക്കാരാണ്. അപ്പം അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ വേണ്ടി എന്നും പോക്കും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പം ഞാൻ എന്നും രാവിലെ വിചാരിക്കും എന്തെങ്കിലും ഇന്നൊരു വീഡിയോ ചെയ്യുക, ഡേ മൈ ലൈഫ് ചെയ്യുക, അല്ലെങ്കിൽ മോർണിംഗ് വ്ലോഗ് ചെയ്യാന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഓരോ കാര്യങ്ങൾക്ക് പോണതുകൊണ്ട്. അതാണ് വീഡിയോസ് അധികം യൂട്യൂബിൽ വരാത്തത് കേട്ടോ. അപ്പം മാക്സിമം ഞാൻ ശ്രമിക്കാം, ഒന്നരാടെങ്കിലും വീഡിയോസ് ഇടാം. അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴും വീഡിയോസ് ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. അപ്പം കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടാണ് നമ്മൾ സ്കൂളിൻ്റെ അവിടെയൊക്കെ പോയതില്ലേ. അപ്പം അങ്ങനെ ഓരോരോ പണികളാണ് ഓരോ ദിവസം. ഇപ്പം ദേ ഇന്നും പോകണം സ്കൂളിൽ. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് രാവിലത്തെ ഭക്ഷണം കൊടുക്കുന്ന ഈ ന്യൂട്രീഷണൽ ഫുഡ് നമ്മുടെ അംഗൻവാടിയിലൊക്കെ കൊടുക്കാറില്ലേ, അമൃതം പൊടിയൊക്കെ കൊടുക്കാറില്ലേ, അതേപോലത്തെ ഒരു പൊടി ഇവിടെ കുറുക്കി കഴിക്കുന്ന ഒരു പൊടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രാവിലെ ഇന്നും കുട്ടികൾക്ക് കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പാതി വഴിയിൽ പഠിത്തം നിർത്തിപ്പോയ കുട്ടികൾ വരെ സ്കൂളിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടുത്തെ ടീച്ചർ പറഞ്ഞതാണ്, പാതി വഴി നിർത്തിപ്പോയ കുട്ടികൾ വരെ പഠിക്കാൻ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പം ഈ ബാക്കി പൊടികൾ കൂടെ, അന്ന് ഞാൻ കുറച്ച് പൊടിയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി പൊടികൾ കൂടെ ഇന്ന് കൊണ്ടു കൊടുക്കണം. അത് ചേർത്തിട്ടുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പച്ചക്കറികൾ ഏകദേശം എല്ലാം തീർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ആണെങ്കിൽ ഇവിടെ മലാവിയിൽ ഫുൾ ഡ്രൈ സീസൺ ആണ്. അപ്പം പച്ചക്കറി തോട്ടം ശരിയാക്കണം. എനിക്ക് തോന്നുന്നു ഇന്ന് കഴിയുമെന്ന് അറിയില്ല, എൻ്റെ നാളെ അത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ കാറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, നമ്മുടെ കാറ്റല്ല ഇവിടെ അടിക്കുന്ന കാറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫെൻസിങ് മൊത്തം ചാക്കുകൾ കൊണ്ട് മറയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ പുതിയത് നടന്ന ചെടികളൊന്നും ഹൈറ്റ് വെക്കില്ല, ഒക്കെ ചെറിയ ഇത്ര വലുപ്പമാകുമ്പോൾ തന്നെ അതിൽ പൂവും കായും വന്നിട്ട് സംഭവം ചെടി വിളവ് തന്നുകൊണ്ടിരിക്കും. പക്ഷെ അത് അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല. അതായത് ചെറിയ തൈയാകുമ്പോൾ തന്നെ അതിൽ കായ ഉണ്ടാകുന്നതൊന്നും നമുക്ക് അധികം വിളവ് കിട്ടത്തില്ല. അപ്പോൾ കുറച്ച് വലുപ്പം വെക്കണം. പിന്നെ ഈ കാറ്റിനൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫെൻസിങ്ങിൽ ഫുള്ള് ചാക്ക് വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതേ നമ്മുടെ മാർഗമുള്ളൂ. അല്ലാതെ കാറ്റിനെ തടഞ്ഞു നിർത്താൻ നമുക്കിപ്പോൾ മരം നട്ട് പെട്ടെന്ന് വലുതാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് മരങ്ങളും നടണമെന്ന് വിചാരിക്കുന്നുണ്ട്. തൈകളൊക്കെ കൊണ്ടുവന്ന് മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ കുറച്ചൊക്കെ കാറ്റ് കുറഞ്ഞിട്ടും ഇപ്പം തൽക്കാലത്തിന് നമുക്ക് ചാക്കൊക്കെ വെച്ച് അവിടെ സെറ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കുറച്ച് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ നമുക്ക് കാണാം കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ കുഞ്ഞു വീഡിയോസ് ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ തുടങ്ങാം കേട്ടോ. ഇന്ന് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടിന് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല, പകരം പഴവും പപ്പടവും ഉണ്ട് കേട്ടോ. പഴം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പുട്ടിന് ചെറിയ പഴമൊക്കെയാണ്, ചെറിയ സൈസുള്ള പഴങ്ങളാണല്ലോ, മൈസൂർ പഴം അല്ലെങ്കിൽ ഞാലിപ്പൂവനൊക്കെയാണല്ലോ ഉപയോഗിക്കുക. ഇവിടെ അതൊന്നും കിട്ടില്ല, നമുക്ക് റോബസ്റ്റയാണ് കിട്ടുക. അപ്പോൾ റോബസ്റ്റ പഴവും പപ്പടവും പുട്ടും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. ഇവിടെ നമുക്ക് ചിരവിയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങ ഇങ്ങനെ പൂണ്ടെടുക്കുക എന്നാണ് ഞങ്ങൾ പറയുക. എല്ലായിടത്തും എങ്ങനെ പറയാമെന്നറിയില്ല. എന്തായാലും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അതിനെ വീണ്ടും ചെറുതാക്കും കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുമ്പോൾ അത് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കും. സാധാരണ ഞാൻ കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യാറ്. പക്ഷേ ഇപ്പം ഞാൻ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. കാരണം കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ച് ആക്കും പോലെ ചെയ്യാനുള്ളൊരു സമയമൊന്നും രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തേങ്ങയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് കേട്ടോ. എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഈ ചിരവേലൊക്കെ ചിരകി അതേ ഒരു
പരുവത്തിന്, കറക്റ്റ് അതേ പരുവത്തിന് ഇട്ടില്ല, എന്നാലും അതിൻ്റെ ഏകദേശം ഒരു പരുവത്തിൽ നമുക്ക് തേങ്ങ ചിരക്കി കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് തേങ്ങ ചിരക്കി എടുക്കാൻ പറ്റും. അപ്പം നമ്മളിവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. ആദ്യം നിന്ന സ്ഥലത്തൊക്കെയാണെങ്കിൽ നമുക്ക് തേങ്ങ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരു 100 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ സിറ്റി ഉണ്ട്, അവിടെ വെജിറ്റബിൾ മാർക്കറ്റിലാണെങ്കിലും സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും തേങ്ങ കിട്ടും. പക്ഷേ നമ്മൾ ആദ്യം നിന്ന സ്ഥലത്ത് ഇത് കിട്ടില്ലായിരുന്നു. അപ്പോൾ തേങ്ങയാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ കൊണ്ടുവയ്ക്കുന്നത് ഇളം തേങ്ങയ്ക്കായിരിക്കും വിൽക്കാൻ കൊണ്ടുവയ്ക്കുക. അവർക്ക് ഇതിന് മൂപ്പ് കറക്റ്റ് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേട് വന്ന് പോകാൻ ചാൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം ഞാനത് ഫ്രിഡ്ജിൽ, അതായത് കട്ട് ചെയ്തിട്ട് ഫ്രീസറിലോ അല്ലെങ്കിൽ താഴെ ഫ്രിഡ്ജിലൊക്കെയാണ് എടുത്ത് വെക്കാറ് കേട്ടോ. അപ്പം ഇതാക്കണം, ഞാൻ അരിപ്പൊടിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഞാൻ ഇളക്കിയെടുക്കുകയാണ്. ആദ്യം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് സ്പൂണും കൊണ്ട് ഇളക്കും. അതിന് ശേഷം ഞാൻ കൈ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കും കേട്ടോ. എന്നെങ്കിലും നമുക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ. അപ്പം പാകത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കണം. ചെറിയൊരു നനവ് പോലെ തോന്നണം, ഇല്ലെങ്കിൽ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല. ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നെക്കാട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങളെല്ലാവരും എന്നറിയാം. എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പുട്ടും കുറ്റിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നത്തെ പ്രാവശ്യം ആരും നാട്ടിൽ പോയി വന്നപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ പുട്ടും കുറ്റിയൊക്കെ. അപ്പം ഞാനിതേ പുട്ടും കുറ്റിയിൽ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. വലിയ വലുപ്പമുള്ള പുട്ടും കുറ്റി അല്ല കേട്ടോ, അതായത് വീതിയും കുറവാണ്, ഇതിൻ്റെ വട്ടവും കുറവാണ്, നീട്ടവും കുറവാണ്. കുഞ്ഞു പുട്ടും കുറ്റിയാണ്. നമുക്ക് പാകത്തിനുള്ള 2 പേർക്കൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള പുട്ടും കുറ്റിയാണ്. പിന്നെ നമ്മൾ 2 പേര് മാത്രമല്ല, തമാലയും നമ്മളെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ. തമാല മോർണിംഗത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക. ഉച്ചയ്ക്ക് പിന്നെ അവർക്ക് സീമ കഴിച്ചെങ്കിൽ അവർക്കൊരു എനർജി ഉണ്ടാവുള്ളൂ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അതേ പപ്പടം, ഈ പപ്പടമാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള പപ്പടമാണ്. നമ്മുടെ നാടത്തെ പോലെ ഫ്രഷ് പപ്പടമൊന്നുമല്ല, ഇത് ഡ്രൈ ആയിട്ട് കിട്ടുന്ന പപ്പടമാണ്. ഇന്ത്യൻ ഷോപ്പിൽ തന്നെ മേടിച്ചതാണ്. അപ്പോൾ പപ്പടവും കാച്ചിയെടുക്കാം. അപ്പോൾ അതേ പപ്പടമൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട്. അരുണേട്ടൻ ചായ കുടിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അരുണേട്ടൻ ആരും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ പപ്പടത്തിൻ്റെ ലുക്ക് കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ, വലിയ പപ്പടമാണ്. ഇവിടെ ഇങ്ങനത്തെ പപ്പടമാണ് കിട്ടുക. അപ്പം ആദ്യത്തെ ഒരു കുറ്റി പുട്ട് ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അരുണേട്ടൻ നേരത്തെ വന്നിട്ട് കഴിക്കാൻ, അപ്പോൾ പുട്ടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അരുണേട്ടൻ കഴിക്കട്ടെ. അതേപോലെ തന്നെ പഴം ഉണ്ട് കേട്ടോ. പഴം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോബസ്റ്റ പഴമാണ്. ഇവിടെ ചെറിയ പഴം കിട്ടും, ഇവിടെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. നമ്മുടെ ആദ്യം തന്നെ ചിന്തേച്ചിയിൽ ചെറിയ പഴം കിട്ടും, ഒരു ഞാലിപ്പൂവൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിലുള്ള, അതായത് ഒരു ഏകദേശം ഒരു ചാര കളറൊക്കെ പുറത്തുള്ള അതേപോലത്തെ ചെറിയ പഴം നമ്മൾ ആദ്യം നിന്ന സ്ഥലത്ത് കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ ഈ റോബസ്റ്റ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഈ റോബസ്റ്റേനെ ഇവിടെ ഉണ്ടാക്കണമെന്നല്ല, പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന റോബസ്റ്റ പഴമാണ്. അപ്പോൾ അതേ അരുണേട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ച് പോയി. ഞാൻ പുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് കേട്ടോ ഭക്ഷണം കഴിക്കാറ്. രാവിലത്തെ ആണെങ്കിൽ ഉച്ചക്കത്തെയും വൈകുന്നേരത്തൊക്കെ ഒരുമിച്ചാണ് കഴിക്കാറ്. പക്ഷേ ഞാൻ പുട്ടുണ്ടാക്കുന്ന ടൈം കുറച്ചെടുത്തതുകൊണ്ട് അരുണേട്ടൻ രാവിലെ കഴിച്ചിട്ട് പോയി, തീരെ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പുട്ട് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ 2 തരത്തിലുള്ള പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയിൽ കാണിച്ചത് അരിപ്പൊടിയിൽ പുട്ടുണ്ടാക്കുന്നതാണ്. ശരിക്കും ഞാൻ കഴിക്കുന്നത് റവേൻ്റെ പുട്ടാണ് കേട്ടോ. ഒരു ചെറിയ ഡയറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട്, വലിയ ഡയറ്റൊന്നുമില്ല, ചിലപ്പോൾ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ ഡയറ്റൊക്കെ മാറാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ റവേൻ്റെ പുട്ടാണ് കഴിക്കുന്നത്. പിന്നെ അരുണേട്ടനും തമാലയ്ക്കും വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടീൻ്റെ പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പുട്ട്, പപ്പടം, ചായ കുടിക്കാറില്ല കേട്ടോ, ഞാൻ പഞ്ചസാരയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാമല്ലോ, അങ്ങനെ എത്ര നാൾ നിൽക്കുമെന്നൊന്നും അറിയില്ല, എന്നാലും കുറച്ചൊക്കെ ഒന്ന് ഹെൽത്ത് വൈസ് നമുക്കൊന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും പറയാറുണ്ട്, കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, സുമി തടിച്ചു എന്നൊക്കെ ഞാൻ പറയണ കേട്ടിട്ടുണ്ട്, കേക്കെല്ലാം കണ്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. നമ്മൾ എന്ത് പണിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാരുണ്ട്. ഇപ്പോൾ തമാലയാണെങ്കിലും നമ്മളെ വീട്ടിലെ ക്ലീനിങ്ങിനും കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരാളാണ് തമാല അറിയണത്. അപ്പോൾ അവരുടെ ഡ്യൂട്ടിയാണത്. എന്നാലും ഞാൻ മാക്സിമം ഞാൻ എല്ലാം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഒരുപാട് എന്താ പറയുക, വീട്ടുജോലിയൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടും കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആ എനർജി ഇതാക്കി കളയണമല്ലോ, നമ്മൾ പണിയെടുത്ത് കളയണമല്ലോ. പക്ഷെ അങ്ങനെ പോവാത്തത് കൊണ്ടാണ് എനിക്ക് തടി കൂടുന്നത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. തൈറോയിഡ് ഉണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചു. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ പുറത്തേക്ക് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ നെൽസൺ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സിമെൻറ്റ് ചാക്കാണ്. ഇവിടെ കുറേ എംറ്റി ആയിട്ടുള്ള സിമെൻറ്റ് ചാക്കുകളുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് സിമെൻറ്റ് ചാക്ക് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഫെൻസിങ് മൊത്തം മറിച്ചതാണ് കേട്ടോ. നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോലും പുറത്തിറങ്ങി നിൽക്കാൻ പറ്റില്ല, പൊടി അടിച്ചിട്ടുള്ള കാറ്റാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു കാറ്റ് കേട്ടോ. ഞാൻ വിചാരിക്കും വെയിലാണെങ്കിലും മഴയാണെങ്കിലും കുഴപ്പമില്ല,
എന്നുള്ളത്. മഴ പിന്നെയും കുറച്ച് വെയിലിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് മഴേനെക്കാട്ടും ബുദ്ധിമുട്ടാണ് ഈ കാറ്റ് അറിയുന്നത്. പൊടിക്കാറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒന്ന് മറച്ചിട്ടുണ്ട്. ഇങ്ങനെ മറച്ചില്ലെങ്കിൽ നമ്മളെ ചെടികളൊന്നും വലുപ്പം വെക്കത്തില്ല. ഇതൊക്കെ എൻ്റെ പരീക്ഷണമാണ് കേട്ടോ. ചെടിയൊന്ന് വലുപ്പം വെക്കണേ എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്ത് ചെയ്യുന്ന പരീക്ഷണങ്ങളാണ്. അപ്പോൾ നെൽസന് ഇത് ഫുള്ളും കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ മുന്നിലേക്ക് അധികം വെക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ കൃഷി എവിടെയാണ് നമ്മുടെ പച്ചക്കറി സ്റ്റോപ്പ് ചെയ്യണത് അവിടെ വരെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു മറച്ച് കെട്ടുന്നത്. അല്ലാതെ മുന്നിലേക്കൊന്നും വെക്കുന്നില്ല. മുന്നിലേക്കൊക്കെ വെച്ചൊരു ബോറല്ലേ, എന്നാൽ എല്ലാവരും വരും പോവുക ചെയ്യുന്ന സ്ഥലമല്ലേ, അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ബോറായിരിക്കും. അതുകൊണ്ട് ഈ ഒരു കുറച്ച് ഭാഗത്ത് മാത്രമേ വെക്കുന്നുള്ളൂ. പിന്നെ ബാക്ക് സൈഡിലും കുറച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊടിക്കാറ്റാണ്. സാധാരണ കാറ്റ് മാത്രമല്ല, പൊടി അതിൻ്റെ ഒപ്പം ഇങ്ങനെ ചുറ്റി നമ്മുടെ നാട്ടിൽ ചുഴലിക്കാറ്റൊക്കെ വരുന്ന പോലെ റൗണ്ടിൽ ചുറ്റുമല്ലോ, അതുപോലത്തെ കാറ്റുണ്ട്, ഡയറക്റ്റ് അടിക്കുന്ന കാറ്റുണ്ട്. അതുകൊണ്ട് ഫുള്ള് കാറ്റിൻ്റെ ഒരു തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇത് കണ്ടോ ഒരു സീനിയ ഇത് പല കളറുണ്ട് കേട്ടോ. മഞ്ഞ, പിങ്ക്, വെള്ള കളറിൽ കുഞ്ഞു പൂവാണ് ഉണ്ടാവുന്നത്. ഇനി ചെടി വലിപ്പം വെക്കാത്തതുകൊണ്ടാണ് എന്താ അറിയില്ല, കുഞ്ഞു പൂവ്, ചെറിയ ചെടിയിൽ കുഞ്ഞു പൂവാണ് ഉണ്ടാവുന്നത്. പക്ഷെ നല്ല തട്ടായിട്ടുള്ള എതളുള്ള സീനിയ പൂവാണ്. അതിങ്ങനെ ഞാൻ ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി പൂക്കൾ ഉണ്ടായിരുന്നുണ്ടോ. മഞ്ഞ കളറ്, മഞ്ഞയും ഓറഞ്ചും കളറ് സീനിയ ഞാൻ ആദ്യമായിട്ടാട്ടോ ചെടി നട്ട് വളർത്തുന്നത്, അല്ലെങ്കിൽ കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ അതേ പുറത്തത്തെ എല്ലാം ഇപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഒന്ന് കഴിഞ്ഞ് വന്ന് ഉള്ളിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഇവിടെ അരി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ നമ്മൾ വെള്ള കളറുള്ള അരിയാണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത്. അരി തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് പയർ പറിച്ചിട്ട് വരാം. അപ്പം ഞാൻ കമ്മലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കമ്മൽ ഇന്നലെ ഒന്ന് മാറ്റിട്ട് നോക്കിയത്, സ്വർണ്ണത്തിൻ്റെ കമ്മൽ ഊരിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ തിരിച്ചിട്ടിട്ടില്ല, കമ്മലൊന്നും ഇട്ടിട്ടില്ല, മറന്നുപോയി. അപ്പോൾ അത് പോട്ടെ, കമ്മലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് പയർ പറിക്കാൻ പോവാണ്. പയർ നീണ്ടിട്ടുള്ള പയറല്ല, ചെറിയ പയർ ഞാൻ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ ഞാൻ ഇതിനെ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ അത് കാണിച്ചു തരാം. അത് പറിച്ച് നമുക്ക് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം കേട്ടോ ഒന്ന്. അപ്പോൾ അതേ നമ്മുടെ കുറ്റിപ്പയർ, ഇത് ഞങ്ങൾ ആരും കാണിച്ചിട്ടുണ്ടായിരുന്നത്, അത് തയ്യായിരുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ കുറ്റിപ്പയറാണിത്. എല്ലാത്തിലും ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, മറന്നും പോയിട്ടുണ്ടായിരുന്നു ഇതിൽ പയറുണ്ടായോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് വരാത്തതുകൊണ്ട് തന്നെ പയറൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. കേട്ടോ വലുതായി പറിക്കാനായിട്ട്. കുറ്റിപ്പയറാണിത്, നമ്മുടെ സാധാ പയറിൻ്റെ ചെറുത്. പക്ഷെ പറിക്കാത്തതുകൊണ്ട് ഇച്ചിരി മൂത്ത് പോയി. ഇതുണ്ട്, ഇതിലൊക്കെ ഒരുപാടുണ്ട്. ഇത് കണ്ടോ, ഇതിലൊക്കെ പുല്ലും വന്നല്ലോ. ഈ പുല്ലൊക്കെ പറിച്ച് കളയണം, ഒരുപാടുണ്ട്. അപ്പം പയറിൻ്റെ ചില പയറിനൊന്നും പുറന്തല് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് മൂത്ത് പോയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള കുരു നമുക്ക് എടുക്കാം. ഇതിലുണ്ട്, ഇത് കണ്ടോ, അതൊക്കെ ഒരുപാടുണ്ട്. ഇതിലും ഒക്കെ ഉണ്ടോ, പുറത്തിങ്ങനെ ചാടി നിൽക്കണേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം നമുക്ക് ഒരറ്റത്ത് നിന്ന് തന്നെ നമ്മുടെ പയറൊക്കെ ഒന്ന് പറിച്ചു തുടങ്ങാം അല്ലേ. ആദ്യം വലിയ പയർ നോക്കി പറിക്കാം. എന്നാൽ ഇതിൻ്റെ ഉള്ളിലെ കുരു ഇതുകൊണ്ട് ഇത് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കുരു എടുക്കാം നമുക്ക്. എന്തായാലും നട്ടുണ്ടാക്കിയതല്ലേ, ഒന്നും വേസ്റ്റാക്കി കളയണ്ട. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. കണ്ടോ, കുറ്റിപ്പയറാണെങ്കിലും കുറ്റിപ്പയറിൻ്റെ രീതി വെച്ച് നോക്കുമ്പോൾ വലുപ്പമുണ്ട്. പറിച്ചിടാം, ഒരുപാടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് ഇങ്ങ് കുറച്ച് ദൂരെ കേട്ടോ, നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൃഷിത്തോട്ടത്തിൻ്റെ അടുത്തായിട്ടല്ല ഇത് നട്ടിട്ടുള്ളത്, കുറച്ച് ദൂരെയായിട്ടാണ്. നമ്മുടെ ഈ ഫെൻസിങ്ങിൻ്റെ ഇതുണ്ട്, ഇതാണ് ഫെൻസിങ്ങിൻ്റെ എൻഡ്, അവിടെ ഇത് നട്ടിട്ടുള്ളത്. കാരണം ഇത് ഞാൻ ചാക്കിൽ നടുന്ന സമയത്ത് മറ്റുള്ള പയറിനൊക്കെ ചെറിയ ചാഴീൻ്റെയൊക്കെ വന്നിട്ടില്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടില്ല ചാഴി വന്നത്. അപ്പോൾ അത് മേടിച്ചിട്ട് ഇതിലേക്കൊന്നും വരല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് ദൂരെ മാറ്റിക്കൊണ്ട് നട്ടതാണ്. അതുകൊണ്ട് ഇതിൻ്റെ അടുത്തേക്ക് വരാൻ ചിലപ്പോൾ ചില ദിവസങ്ങളൊക്കെ മറന്നും പോവും. അത് കുറച്ച് വലുതായി പോയി. ഉള്ളിലെ കുരു എടുക്കാം നമുക്ക്. അപ്പോൾ വലിയ പയർ നോക്കിയിട്ടാണ് ഞാൻ പറിക്കുന്നത്. ബാക്കി കുഞ്ഞുള്ളത് അവിടെ നിൽക്കട്ടെ, നാളെയും മറ്റന്നാളൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഇതിപ്പോൾ ഇവിടെ ഒരു എത്ര മൂടുണ്ട്, 1 2 3 4 5 6 7 മൂട്, 7-8 മൂടുണ്ട് പയർ. നമുക്ക് ഒരു തോരത്തിനുള്ളതൊക്കെ, ഒരു തോരത്തിന് എല്ലാ ദിവസവും ഓരോ തോരൻ വയ്ക്കാൻ നമുക്കിന്ന് പറിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ പയറുണ്ട്, വഴുതന ഉണ്ട് തോരൻ വയ്ക്കാൻ, അതായത് മെഴുക്കുവരട്ടി വെക്കാം, വഴുതന വെക്കാം. ഈ കുറ്റിപ്പയറുണ്ട്, നീട്ടമുള്ള പയറുണ്ട്, പിന്നെ അമരപ്പയറുണ്ട്. തോരത്തിന് ഈ 4-5 ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ പയർ പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നാക്കി എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മുളകും പറിച്ചു. ഇങ്ങനെ ഫ്രഷ് പച്ചക്കറികളൊക്കെ നമ്മുടെ തോട്ടത്തിൽ തന്നെ പറിക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയും ചെയ്യാം നമുക്ക്. ഇപ്പോൾ മൂത്തിട്ടോ,
ഞാൻ പറിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ആലോചിച്ചത് വിത്ത് നിർത്തിയാൽ മതിയെന്ന്. പക്ഷെ 1-2 ഞാൻ വിത്ത് നിർത്തിയിട്ടുണ്ടേ. ശരിക്കും ഈ ഒരു പയറെന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ നട്ട പയറിന്ന് വിത്ത് എടുത്ത് വേറെ കൊണ്ടുപോയി നട്ടതാണ് കേട്ടോ. ഇതിങ്ങനെ പറിച്ചുണ്ടോ, വലിയ മൂത്തിട്ടില്ലേ, കുഴപ്പമില്ല. നമുക്കിതുകൊണ്ട് തോരനോ അല്ലെങ്കിൽ മെഴുക്ക് വരച്ചോ, ഞാനിപ്പോഴും ആലോചിക്കുകയാണ് തേങ്ങ ഇട്ട് വെക്കണോ തേങ്ങ ഇല്ലാതെ വെക്കണോ എന്നുള്ളത്. പച്ചമുളക് എടുത്ത് മാറ്റിയേക്കാം. നമ്മൾ പയറെല്ലാം തൊലി പൊളിച്ച് അതിൽ ഇളം പയറുണ്ടായിരുന്നത് ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഈ പച്ചമുളക് എല്ലാം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഇതിലേക്കുള്ളതാണ്. അല്ല കേട്ടോ, അത് ഞാൻ ബാക്കിയുള്ള കറിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ നന്നാക്കിയപ്പോൾ ഇതിൻ്റെ സൈഡിൽ വെച്ചു എന്നുള്ളൂ. നല്ല പച്ചമുളക് കേട്ടോ, കണ്ടോ, നല്ല. നമുക്ക് ഒരുപാട് തരം വെറൈറ്റി പച്ചമുളകുണ്ട്. ഇപ്പോൾ കാന്താരിയൊക്കെ പൂവിട്ട് അതിൽ കാന്താരിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ പച്ചമുളക് കഴിയാനാകുമ്പോഴത്തേക്കും കാന്താരി ഉണ്ടാവും നമുക്ക്. അതാകുമ്പോഴത്തേക്കിനും ഇനി അടുത്ത മുളകിൻ്റെ തൈ ഉണ്ടാക്കി എടുക്കണം. അങ്ങനെ ഒരുപാട് പണികളുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പം ഞാൻ ഉള്ളിൽ വന്നപ്പോൾ ഇവിടെ കുറേ പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴുകിയ പാത്രമാണ്, തമാല നേരത്തെ കഴുകി വെച്ചിരുന്ന പാത്രമാണ്. അപ്പോൾ ആ പാത്രങ്ങളെല്ലാം അതിൻ്റെ യഥാസ്ഥാനത്ത് എടുത്ത് വെക്കുകയാണ്. കാരണം നമ്മുടെ കിച്ചൺ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് തീരെ സ്പേസ് ഇല്ല. അപ്പോൾ തമാലനെ ദേ ജനൽ കൂടെ നോക്കിയാൽ കാണാം, അവളവിടെ പുറത്ത് ഓരോ പണിയിലാണ്. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് കഴുകാനുള്ള സിങ്കിൽ കിടക്കുന്ന 2-3 പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ആ ബേസിൽ തന്നെ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് മാറ്റി വെച്ചു. നമുക്ക് തീരെ സ്പേസ് ഇല്ല കേട്ടോ, ആ ഒരു നമ്മുടെ ടേബിൾ ടോപ്പിൽ തീരെ സ്പേസ് ഇല്ല. കുഞ്ഞ് കിച്ചണാണ് നമ്മളിത്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ച് ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. പിന്നെ ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെഴുക്ക് വരട്ടിക്ക് ഈ നമ്മുടെ പയറിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു ഉള്ളി കൂടെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കടുക് എടുക്കുകയാണ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ എല്ലാം ബോട്ടിൽസ് ഇങ്ങനെ കാണാൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാതെ നമുക്ക് നേരെ കുത്തനെ വെക്കാനുള്ള സ്പേസ് ആ ഒരു ഇതിലില്ല. അപ്പം കടുക് എടുത്ത് വന്നിട്ടുണ്ട് ചട്ടിയിൽ. അപ്പോൾ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കടുക് ഇടാൻ പോവാണ്. സിമ്പിളായിട്ടുള്ള മെഴുക്ക് വരട്ടിയാണ്. ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്, ചെറിയ ഉള്ളി ഉണക്കമുളക് ഇതൊക്കെ ചതച്ചിട്ട് എല്ലാം കൂടെ കൂട്ടിയിടുന്നത് കണ്ടിട്ടുണ്ട്. ഞാനിവിടെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. നമുക്ക് ചെറുള്ളിയൊക്കെ വളരെ അപൂർവമായിട്ടാണല്ലോ കിട്ടുന്നതുകൊണ്ട് ചെറുള്ളിയൊന്നും ഉപയോഗിക്കാറേ ഇല്ല. അപ്പോൾ അതേ ഞാൻ ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് കടുകിട്ട്, കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് സവോള അരിഞ്ഞതും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള, അതായത് റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം കൂടെ ചേർത്ത് കൊടുക്കും. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് പതുക്കെ ചെറിയ ചൂടിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യാറ് മെഴുക്ക് വരട്ടിയും. അപ്പോൾ മെഴുക്ക് വരട്ടി അവിടെ നിന്ന് റെഡി ആവട്ടെ. പിന്നെ ഉച്ചത്തേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് മെഴുക്ക് വരട്ടിയും വെള്ളരിക്ക പച്ചടിയാണ് കേട്ടോ. നമ്മുടെ തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള വെള്ളരിക്ക പച്ചടിയും മെഴുക്ക് വരട്ടിയും ചോറും. സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാട്ടോ ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇത് ലഞ്ച് ഉണ്ടാക്കി അത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് സ്കൂളിലേക്ക് പോകാൻ. സ്കൂളിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാൻ കേട്ടോ. ഇങ്ങനെ ഒരു കുപ്പിയിൽ നിറയെ വെള്ളം, ഇത് ഭയങ്കര ചൂടൊന്നുമില്ല കേട്ടോ, ഇത് തിളപ്പിച്ച് ആറിയ വെള്ളമാണ്. അത് കുപ്പിയിൽ ഒഴിച്ച് വെച്ച് മേശയിൽ വെക്കും. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ, ഇവിടെ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടാണ് ഞാൻ, കാരണം ഭയങ്കര ഡ്രൈ സീസണാണിപ്പോൾ, അതുകൊണ്ട് നല്ലോണം വെള്ളം കുടിക്കാറുണ്ട്. അപ്പം കുപ്പിയിൽ വെള്ളം ഒഴിച്ച് റെഡിയാക്കുകയാണ്. എന്നിട്ട് അവിടെ കൊണ്ടുവയ്ക്കണം. അരുണേട്ടൻ ലഞ്ചിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കിനും വരും. എന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് എനിക്ക് സ്കൂളിൽ പോകാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഫുൾ ഡേ വീഡിയോ എടുക്കാമെന്നാണ്, പക്ഷേ എന്നെ കൊണ്ട് കഴിയില്ല. രാവിലെ മുതൽ ഉച്ച വരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. അപ്പോൾ അതേ വെള്ളരിക്ക പച്ചടിയും റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഈ ചെറിയൊരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.